തുടരും മൂവി കണ്ടു. കണ്ടിട്ട് 2-3 ദിവസമായി. നല്ല ടിക്കറ്റിന് നല്ല റഷ് ആയിരുന്നു, അതുകൊണ്ട് റിലീസിന് ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ 100 കോടി ക്ലബിൽ കയറി. അപ്പം ലാലേട്ടന്റെ വളരെ മികച്ച പ്രകടനം എന്ന് തന്നെ പറയാം. ഒരു എക്സ്ട്രീം ലെവലിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫൈറ്റും വയലൻസിലും ഒക്കെ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ ഒറ്റടിക്ക് ദൃശ്യം പോലെ കംപ്ലീറ്റ്ലി ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു മൂവിയാണ് തുടരും. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. പണ്ടൊക്കെ നമ്മളെ എൻ്റെ ഒരു സ്കൂൾ പഠിക്കണ, അതായത് ഒരു 9-10 പിന്നെ ഒരു +1 +2 ഒക്കെ ഉള്ള സമയത്ത് എന്നോട് എൻ്റെ ഉപ്പൊക്കെ പറയായിരുന്നു, പോലീസുകാരായിട്ട് കൂടുതൽ ബന്ധം വേണ്ട, അല്ലെങ്കിൽ അവര് ഒരു കണക്കിലല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് തരാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അന്നും ഇന്നും ഒക്കെ എപ്പോഴും പോലീസിൽ നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു അതായത് അവർ നമുക്ക് പിന്നീട് ദോഷമായി മാറും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു 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 ബ്രില്യൻസ് തരുൺമൂർത്തി വളരെ അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് അവരുടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള രീതിയിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ചില വികാരങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പൾസറിഞ്ഞ് ആൾക്കാർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരെ മനസ്സിലുണ്ടാക്കി കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു എക്സലന്റ് മൂവി തന്നെയാണ്. ഫാമിലി അറ്റാച്ച്മെന്റ് വേറെ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾക്കുള്ള സ്വഭാവമാണ് നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടുനടക്കുന്നതും നമ്മൾ വണ്ടിയോടുള്ള അറ്റാച്ച്മെന്റും അങ്ങനത്തെ സംഭവങ്ങൾ, നാട്ടിൻ പുറത്ത് കുറെ കാഴ്ചകൾ ശരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ക്രൈം സീൻസ്, ഇത്തരത്തിലുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് തുടരും. നിങ്ങൾ കൂട്ടിട്ട ലാലേട്ടനെ പ്രതീക്ഷ പോകരുത്. വളരെ എന്താ പറയാ, വളരെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ ദൃശ്യം പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഒരു വേറൊരു ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി, വൈഫിന് നല്ല ഇഷ്ടമായി. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം മൂവിയിലും ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും നല്ല പോസിറ്റീവ് റെസ്പോൺസും ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഫാമിലി ആയിട്ട് തന്നെ കാണാൻ പറ്റിയ മൂവിയാണ്. പിന്നെ _15 യുഎയിൽ _15 ചില തിയേറ്റേഴ്സിൽ പിന്നെ അലോ ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം ക്രൈം സീൻസിലൊക്കെ വരുന്ന ഭാഗങ്ങൾ ബ്ലഡിന്റെ ഒക്കെ കണ്ടൻസ് ഉള്ളതുകൊണ്ട് കുട്ടികൾ പേടിക്കുന്നുള്ളതുകൊണ്ട് _15 സ്റ്റാർ സിനിമാസിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില തിയേറ്ററുകളിൽ അവർ അനുവദിക്കണില്ല എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ കുട്ടികളായിട്ട് പോകാതിരിക്കുക. പക്ഷെ മൂവി അത് കുട്ടികളായിട്ട് പോകാതിരിക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് മോശം കൊണ്ടല്ല, ചില സീനുകൾ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുള്ളത് കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ടൊക്കെ അറിയിക്കുക. പിന്നെ അറിഞ്ഞല്ലോ 100 ക്ലബിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് ആ മൂവി ആ ഒരു റേഞ്ചാണ്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ഒരു പഴയ കുറേ ചിത്രങ്ങളും പഴയ കുറേ കാര്യങ്ങളും അതിലിങ്ങനെ ഒരു റീല് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.